നാത്തൂന് അറിഞ്ഞില്ലായിരുന്നാ? ഒരു റിയാലിറ്റി ഷോയിലൂടെ ഒരു പെണ്ണ് വന്നില്ലേ, ഭാര്യയും ഭർത്താവും കൊച്ചൊക്കെ ആയിട്ട്. ആ പെണ്ണിപ്പോ ഒരു സീരിയലൊക്കെ ഇല്ലേ? അത് കൊറേ നല്ല ഫേമസ് ആയി കഴിഞ്ഞപ്പോഴേ ഭർത്താവിനെ അങ്ങ് ഉപേക്ഷിച്ചു. ചുമ്മാ ഇരുന്ന് ഓരോ കാര്യങ്ങൾ അങ്ങ് ഉണ്ടാക്കി പറയാണല്ലേ. നിനക്ക് വേറൊരു പണിയില്ലേ? ഉണ്ടാക്കിയതൊന്നും അല്ല, യൂട്യൂബ് മൊത്തം ഇപ്പൊ അതാ വാർത്ത. ചുമ്മാ പറയാ. ഞാൻ ക്ലീറ്റോന്റെ ഫോണിൽ കണ്ടതാണല്ലോ, ആ പെണ്ണും അതിന്റെ ഭർത്താവും കൊച്ചൊക്കെ കൂടി അതിന്റെ വീട്ടിലിരുന്നുള്ള ഇന്റർവ്യൂ. അപ്പൊ അതോ ഒന്നുമില്ലാതെ ആളുകളൊക്കെ ഇങ്ങനെ ആടിനെ പട്ടിയാക്കണ കാല ഈ ആൾക്കാർക്ക് വേറെ ഒരു പണിയില്ല. അപ്പൊ ഒരു കുഴപ്പമില്ലേ അവര് തമ്മില്? ഒരു കുഴപ്പമില്ല, അവര് നല്ല സന്തോഷമായിട്ട് തന്നെ ജീവിക്കും. അയ്യോ, എന്തേ ഇഷ്ടപ്പെട്ടില്ല? ഒരുമിച്ച് ജീവിക്കണമെന്ന് കേൾക്കുമ്പോ ഒരു സുഖമില്ല അല്ലേ? പിരിഞ്ഞെന്ന് കേൾക്കുമ്പോഴോ സന്തോഷം. എന്താല്ലേ, കൊള്ളാം. എന്തായാലും ഒരു പണിയില്ലാതെ ഒരു ഫോണും കൈ കിട്ടിയാൽ നിനക്ക് ഇങ്ങനെ പലതും തോന്നുന്നു. എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. പിന്നെ ഇവിടെ ഒരു പണിയില്ലാതിരിക്കുമല്ലേ. എപ്പോ വന്നിട്ട് 2 മണിക്കൂർ ആയില്ല. പിന്നെ ഞങ്ങള് നാട്ടുവർത്താനം പറഞ്ഞോണ്ടിരുന്നതാ. അതിനാണ് നമ്മൾ പറയുന്നത് പരദൂഷണം. നിന്റെ ഭാര്യനോട് പറ, അവളിപ്പോ അതിനകത്ത് ഡിഗ്രി എടുക്കുന്നുണ്ട്. ഈ പരദൂഷണത്തിന്റെ പ്രത്യേകത ഉണ്ടെന്നറിയാമോ? മറ്റുള്ളവരെ പറ്റി പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, പക്ഷെ അവനവന്റെ കാര്യമാകുമ്പോ അറിയാം സങ്കടം വരുന്നത്. ഇവിടെ അല്ലേ? അതെ. ക്ലീറ്റ ഇവിടെ ഇല്ലല്ലോ. ക്ലീറ്റസേട്ടൻ ഭാര്യയാണോ? അതെ. ക്ലീറ്റസേട്ടൻ എൻ്റെ കുറച്ച് കാശ് ചോദിച്ചിട്ടുണ്ടായിരുന്നേ, അത് കൊടുക്കാൻ വേണ്ടി വന്നതാ. ഇപ്പൊ വീടും പരിസരമൊക്കെ ഒന്ന് കണ്ടിട്ട് കൊടുക്കുകയാണല്ലോ അതിന്റെ ഒരു 10 രീതികളൊക്കെ. ചേട്ടൻ KCB-ലാണല്ലേ? ക്ലീറ്റസേട്ടൻ കാശ് തന്നില്ലെങ്കിലും ചേട്ടൻ തരുമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. പിന്നെ ചേച്ചിക്ക് നല്ല തയ്യലൊക്കെ ഉണ്ടല്ലേ? പിന്നെ അമ്മയുടെ പെൻഷൻ കാശ് എല്ലാം ഉണ്ടെന്നൊക്കെ അവൻ പറഞ്ഞത്. എങ്ങനെയാലും കാശ് തിരിച്ചു കിട്ടുമെന്നാ ഉറപ്പായിട്ട് പറഞ്ഞിരിക്കുന്നത്. എത്ര രൂപ? 10,000 രൂപയാ, ആഴ്ച രൂപ. എന്തായാലും ഇവിടെ ഇല്ല, അപ്പൊ പിന്നെ വന്നാൽ മതി. അത് സാരമില്ല, ഞാൻ കാശ് ചേച്ചിയുടെ കയ്യിൽ തരാം. അല്ല വേണ്ട, അതാണല്ലോ സേഫ്. അല്ല അത് സേഫ് ആയിരിക്കും, പക്ഷെ എന്തായാലും അത് പരിപാടി വേണ്ട നമുക്ക് അങ്ങനെ. അതുമായിട്ട് എന്താ ഒരു കാര്യം ഞാൻ പറയാം, കാശ് കൊടുക്കുകയോ വാങ്ങുകയോ അതൊക്കെ പുറത്തു വെച്ച് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വമല്ല. ഈ പൈസ വെച്ച് ഇങ്ങോട്ട് വരരുത്. പുള്ളിക്കാരൻ അത്രയ്ക്ക് പ്രശ്നക്കാരനാണോ? ഒന്നുമില്ല പറയാനായിട്ട്. പിന്നെ ഒരു കാര്യം, കണ്ടിട്ട് നല്ലൊരാളാണെന്ന് തോന്നുന്നു. ഈ പൈസ കൊടുക്കുമ്പോഴേ ആളും തരമൊക്കെ നോക്കി എല്ലാം അറിഞ്ഞിട്ട് വേണം കൊടുക്കാൻ. വെറുതെ ഇതിനെ വല്ല പൊല്ലാപ്പ് എടുത്ത് വെക്കണ്ട. വാടേ ഇറങ്ങിയോടാ. എന്താണ് നിന്റെ ഉദ്ദേശം? എന്താണ് നിന്റെ ഉദ്ദേശം? എന്ത്? എനിക്ക് കാശ് തരാന്ന് പറഞ്ഞ ആളിനോട് തരണ്ടെന്ന് പറയാൻ നിനക്ക് എന്താണ് കാര്യം? നിനക്ക് കാശ് തരേണ്ടത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, പക്ഷെ ഇവിടെ വെച്ച് ഈ വീട്ടിൽ വെച്ച് തരാൻ പറ്റില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ വീട് എനിക്ക് അവകാശപ്പെട്ട വീട്, ഞാൻ ഇവിടെ വെച്ച് പലതും ചെയ്യും. അത് ചോദിക്കാൻ നീ ആരോടാ? ആരുമില്ല, പക്ഷെ അതിന്റെ ഉത്തരവാദിത്തം ഇല്ലെന്നായിരുന്നോളൂ ഞാൻ. നീ ഉത്തരവാദിത്തം ഏക്കണ്ടേ? നിന്നോട് ആരെങ്കിലും പറഞ്ഞാ ഉത്തരവാദിത്തം ഏക്കാൻ? പറഞ്ഞു, അവൻ വന്ന് പറഞ്ഞു ക്ലീറ്റോ തന്നില്ലെങ്കിൽ അളിയൻ തന്നോളൂന്ന് അളിയൻ പറഞ്ഞു പറഞ്ഞു. പിന്നെ ഭാര്യയ്ക്ക് നല്ല തയ്യലുണ്ട്, അമ്മാവിയുടെ പെൻഷൻ കിട്ടും. എടാ നാണം ഉണ്ടടാ എനിക്ക്? പണയം മേടിച്ചാല് ലോൺ മേടിച്ചാല് സ്വന്തമായിട്ട് അടയ്ക്കാനുള്ള ശേഷി ഉണ്ടാവണം, ഇല്ലാത്തമായി പണിക്ക് പോകരുത്. ഓ അതാണ് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. അവനോട് ചൂടാവേണ്ട കാര്യമൊന്നുമില്ല, അവനൊന്നും പറഞ്ഞില്ല. ഈ കുടുംബത്തിൽ പലിശ പരിപാടി നടക്കൂലെന്ന് അവൻ പറഞ്ഞു. അയ്യോ, ഒരാംഗള സ്നേഹി കെട്ടിയതിനു വേണ്ടി ഇന്നേ വരെ ഒരു നല്ല വർത്താനം പറഞ്ഞിട്ടുണ്ടോ നീ? കേട്ടാ പറഞ്ഞാൽ ഒരു തെറ്റുമില്ലായിരുന്നു ക്ലീറ്റോ ചേട്ടാ. കൊച്ചമ്മ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. കൊച്ചമ്മയുടെ അഭിപ്രായം കൂടെ ഞാൻ വിലക്കെടുത്തു. എന്റെ കർത്താവേ, എന്നോട് സ്നേഹമുള്ള ഒരൊറ്റയാളല്ല ഈ വീട്ടില്. അമ്മച്ചി പറയണത് നേരാ. അച്ഛൻ വീട്ടിൽ കിടന്നാ ഇതൊക്കെ അനുഭവിക്കണം. പുഴുങ്ങി തിന്നാനടി എനിക്ക് പൈസ. മനുഷ്യന്റെ ഒരു ആവശ്യങ്ങൾക്ക് ഓരോരുത്തരെ കാല് പിടിച്ച് ഒപ്പിക്കാൻ നോക്കുമ്പോ എന്നെ തകർക്കാൻ അടയ്ക്കാനുള്ള ശേഷി വേണം. കണ്ടവനെ കണ്ടിട്ട് ഇറങ്ങരുത്. പോടാ, കയറി പോടാ. പിന്നല്ലേ
സ്വന്തമായിട്ട് അടയ്ക്കാൻ ശേഷിയില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളതിനെ താങ്ങാൻ നടക്കണത്. നീ വാങ്ങട്ടെ. ക്ലീറ്റോ ചോറിനവാ. ക്ലീറ്റോ ക്ലീറ്റോ നിങ്ങൾ ഞാൻ ഈ വിളിക്കണ കേക്കണില്ലേ? ക്ലീറ്റോ ചോറുണ്ണാൻ വരാൻ പാത്രം കഴുകി വെച്ചിട്ട് എനിക്ക് കിടക്കണ്ടേ? എനിക്ക് ചോറ് വേണ്ട. അതാ ചോറ് വേണ്ടാത്തത്? ചോറ് വേണ്ടാത്തോണ്ട് വേണ്ട. എഴുന്നേറ്റ് വന്നിട്ട് അത്താഴപ്പട്ടിണി കിടക്കാൻ പാടില്ല. ബാ പട്ടിണി കിടന്ന് ഞാൻ ചാവട്ട് ഞാൻ. അപ്പൊ നിന്റെ ആങ്ങളെ നിനക്ക് വേറെ നല്ല ചെറുക്കനെ അന്വേഷിച്ച് കൊണ്ടുവരും. എന്റെ പൊന്നോ, ഇനി ഒരു കല്യാണം വേണ്ടേ? ഇതിനെ കൊണ്ട് തന്നെ മതിയായി. അയ്യോ അങ്ങനെ പറയല്ലേ, ഞാൻ മോശക്കാരൻ, കൊള്ളൂലാത്തവൻ. നിന്റെ ആങ്ങളെ ജയ്പൂർ രാജകുമാരനെ കൊണ്ടുവരും നിനക്ക്. നിങ്ങൾക്ക് നല്ല വിശപ്പുണ്ടെങ്കിൽ കഴിച്ചാൽ മതി. ഞാൻ എന്റെ മര്യാദക്ക് വന്ന് വിളിച്ചതാ. പൈസ കിട്ടാഞ്ഞിട്ടല്ലേ എന്നോട് കെറിവ് കാണിക്കണത്? കയ്യിലിരിപ്പിന്റെ അനുഭവിച്ചോ? നിനക്ക് നിസ്സാരമായിട്ട് അങ്ങ് പറഞ്ഞു കളയാം. മറ്റന്നാ ആലപ്പുഴ ഞങ്ങളെ നേതാവ് യശ്വന്ത് ദേശായി വരുന്നതാ. അയാളെ ഇനി കാണാൻ പോണം. അതിനി ഞങ്ങൾ പോണോ? നീ അല്ലടെ, നിന്റെ എന്റെ പാർട്ടിയിലെ അണികളും ഞാനും എല്ലാവരും കൂടെ പോകണം. അതിനൊരു ബസ് വിളിച്ചാണ് പോവാൻ. 10,000 രൂപ ബസ്സിന് കൊടുക്കണം. അയ്യോ, അതിന് വേണ്ടിട്ടാണ് അവര് പാർട്ടി ഫണ്ട് നിങ്ങൾ കോഴിക്കോട്ടെ ഉണ്ടാക്കി തിന്നാൻ വേണ്ടി വെച്ചേക്കാണോ? പാർട്ടി ഫണ്ടിൽ നിന്ന് എടുത്താണ് വീട്ടിലെ പല ആവശ്യങ്ങളും ഞാൻ നേരത്തെ കണ്ടത്. ആ പണിക്ക് വന്നിട്ടല്ല, അപ്പൊ അതൊക്കെ വേണ്ടി വരും. എന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നീ ഇവിടെ ഇരുന്നേ. എന്തിനു ഇരിക്കണ്ടെന്ന് പറഞ്ഞോ? ഇവിടെ ഇരി. അതെ, നീ എങ്ങനെയെങ്കിലും എനിക്കൊരു 10,000 രൂപ മറിച്ച് താൻ. 2 ദിവസം കഴിഞ്ഞ് കർത്താവിനാണ് ഞാൻ തിരിച്ചു തരാം. എന്നാ ഞാൻ ചോറിയുന്ന. എന്നാ ഞാൻ ചോറുണ്ണണ്ട. അയ്യാടാ, അങ്ങനെ പൈസ തന്നിട്ട് മോൻ ചോറുണ്ണണ്ട കേട്ടാ. പുതിയ നമ്പറായിട്ട് വന്നേക്കണം ചോറുണ്ണന്ന്. പിന്നെ എനിക്കെന്താന്ന് അറിഞ്ഞില്ല. ഡാഡി ഇപ്പൊ വേണേ പോയി കഴിച്ചോ, പിന്നെ അമ്മ ചോറിൽ വെള്ളം ഒഴിക്കും. ചുമ്മാരടി മര്യാദ കിടന്ന് ഉറങ്ങോട്ട്. നല്ല ചെമ്മീൻ തോര ഉണ്ടായിരുന്നു. ചെമ്മീൻ പിന്നെ ഞാൻ കഴിച്ചിട്ടില്ലല്ലോ. മറ്റന്നാ ഞങ്ങളെ പാർട്ടി മീറ്റിങ്ങിന് ചെമ്മീൻ കറിയൊക്കെ ഉള്ളതാ. ഓ ചെമ്മീൻ. എന്താടാ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതുവരെ ചായ ഇടാനും പഠിച്ചില്ലേ ഉള്ളൂ. അല്ല, ഞാനിപ്പോൾ പഞ്ചസാര ഉപയോഗിക്കണമെന്ന് വിചാരിച്ചിട്ട് പഞ്ചസാര വേണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഇത്രയും കട്ടി കിട്ടാ പിന്നെ എങ്ങനെ കുടിക്കണമെന്നില്ലേ? പോണ്ടേ നിനക്ക്? അതവിടെ ഇല്ലേ? ഓ, നിരാഹാര സത്യാഗ്രഹമാ. എന്തിന്? ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. 10,000 രൂപ. അത് സാരമില്ല, അകത്ത് കിടക്കട്ടാണ്. ആ പൈസ ലാഭം കിട്ടുമല്ലേ? അത് നീ എടുത്ത് കൊടുത്താ? പിന്നെ എൻ്റെ കയ്യിൽ ഇരിക്കപ്പോ 10,000 രൂപ. നീ ചിലപ്പോൾ ആരെങ്കിലും മറിച്ചു കൊടുക്കാനുള്ള ഒരു ശ്രമം നടത്തും. മറിക്കാനും ഇല്ല, തിരിക്കാനും ഇല്ല, ഒന്നുമില്ല എൻ്റെ കയ്യിൽ. എൻ്റെ ക്ലീറ്റോടെ കണ്ണീര് കണ്ടാൽ എനിക്ക് സഹിക്കില്ല എന്ന് പറഞ്ഞിട്ടെല്ലാം എടുത്ത് ചെയ്താൽ നീ അനുഭവിക്കും. ഞാൻ മനഃപൂർവ്വം തന്നെ പറഞ്ഞു എൻ്റെ അടുത്ത്. മറ്റേ പയ്യനോട് വന്ന ആളോട് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു വിഷമമുണ്ടായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ കയറി വരുമ്പോൾ അയാളുടെ അങ്ങനെ പറഞ്ഞ മോശമാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, അവസാനം എൻ്റെ നിലയിലാവും. അല്ല ഞാൻ ചോദിക്കരുടി, നമ്മളിപ്പോൾ ഒരാളെ നമ്മൾ എന്തെങ്കിലും കാണാതെ വരണം ചെയ്യണത് ശരിയല്ലല്ലോ. ഇപ്പോൾ ഞാൻ ജോലി ചെയ്ത് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ലോൺ എടുത്താൽ കുഴപ്പമില്ല, അല്ലെ പണം മേടിച്ചാൽ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് തെറ്റ്. പട്ടിണി എടുത്ത് കുറെ വിശക്കുമ്പോൾ അവൻ തന്നെ കയറിയിട്ട് കഴിച്ചോളൂ. ചെവി ഉള്ളവനോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. പാർട്ടിയുടെ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ടാ ഇപ്പൊ 10,000 രൂപ മറിച്ചേക്കണേ. എന്ത് കാര്യത്തിന്? പാർട്ടിയുടെ കാര്യത്തിന്. പാർട്ടിയുടെ കാര്യത്തിനാ 10,000 രൂപ? അത് പാലേ മേടിച്ചിട്ടുണ്ടോ? ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ ഈ മുറ്റത്ത് കിടക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത വെളിയെ കൊണ്ട് കളയണം. വെളിയിൽ കൊണ്ടേ കളയണം. അല്ലെങ്കിൽ ഉപയോഗമില്ലാത്തിന് എന്തിനു വെച്ചോണ്ടിരിക്കുന്നത്? അതൊക്കെ ദൂരെ കളയാ. ചിലത് എടുക്കാനും കൊള്ളില്ലാത്ത പരിവത്തിലായിട്ടേക്കണേ. ഹലോ, ആ എന്താ വിളിച്ചേ? ആർക്ക്? വള്ളി ചേച്ചിക്കോ? 10,000 രൂപയോ? ആ അയ്യോ, അതെന്റെ ഈ തന്നെ എന്തിനാ? ചേച്ചി അങ്ങ് നേരിട്ട് കൊടുത്താൽ പോരെ? ആണോ? അപ്പൊ ഇന്ന് ആ മോക്കറിയാമോ? വഴി അറിയാമോ ഇങ്ങോട്ട് വരാൻ? ആ ഞാനിവിടെ ഉണ്ടാവും. ഓ ആ ശരി. ആ ഈ എന്തോ ഒരു 10,000 രൂപയുടെ കാര്യം പറയുന്നതായിട്ട് ഫോണിലെ
2 ദിവസത്തേക്ക് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ വള്ളി ചേച്ചിയുടെ? ഏ ഒരു 10,000 രൂപയുടെ കാര്യം ഇപ്പോൾ പറഞ്ഞില്ലേ വള്ളി ചേച്ചിയുടെ, അത് 2 ദിവസത്തേക്ക് ഒരു ചെറിയ മറപ്പിന് കഴിഞ്ഞിട്ട് കൊടുക്കാം. വള്ളി ചേച്ചി നിങ്ങളുടെ അമ്മായിയുടെ മോളാണോ? ആണോ? വള്ളി ചേച്ചിക്ക് ഓമന ചേച്ചി കൊടുക്കാനുള്ള പൈസ അത്. ആ ചേച്ചി വരും വൈകുന്നേരം. ഈ വൈകുന്നേരം എന്ന് പറയണത് ഇന്നത്തെ ഒരു വൈകുന്നേരം, നാളത്തെ ഒരു വൈകുന്നേരം കഴിഞ്ഞാൽ മറ്റന്നാളത്തെ വൈകുന്നേരം കൊടുക്കാം. ഇത് തന്നെയാണ് ഞാൻ ആദ്യം ചോദിച്ചത്, അവർ നിങ്ങളുടെ അമ്മായിയുടെ മോളാണോ എന്ന്. അല്പമെങ്കിലും നാണം വേണം മനുഷ്യന് കേട്ടോ. 2 കിഡ്നിയില്ലേ, ഒരെണ്ണം എടുത്ത് കൊടുക്ക്. ആലോചിക്കാടി, ഞാൻ ചിലപ്പോൾ എൻ്റെ ഹാർട്ട് വരെ എടുത്ത് കൊടുക്കും. നിങ്ങൾക്ക് ഹാർട്ട് ഇല്ലല്ലോ, പിന്നെ എന്തെന്ന് കൊടുക്കണം? ഇവിടെ നിന്റെ കൂടെ ജീവിച്ച് എനിക്ക് ഹാർട്ട് ഇല്ലാതെ ഒന്നുമില്ലാതെ ഐഡിയ എനിക്ക്. നല്ല കാര്യമായി പോയി. എന്തെങ്ങനെ ഇരിക്കണേ? ഇനി അത് തലകുത്തിക്കണോടി. അല്ല, വെള്ളമില്ലായിട്ട് ഇറങ്ങ്. ഇന്നൊരു കാര്യം ചെയ്യും, വടക്ക് വശത്തോട്ട് പോകും. ഈ വശത്തോട്ടൊക്കെ ഒരിക്കലും ചോദിച്ചു കഴിഞ്ഞല്ലോ, എന്നിട്ട് കാശ് തെണ്ട ഇറങ്ങി നടന്ന്, അല്ലെങ്കിൽ റോഡിൽ നിന്ന് ആരോടെങ്കിലും വിളിച്ച് ചോദിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും കേട്ടാ. നിന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ല. തീരുമാനിക്കുന്നത് എന്നാ വീട്ടിലേക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞേ. അത് പറ്റൂല. എനിക്ക് സൗകര്യമില്ല ഈ വീട്ടിൽ ഒരു കാര്യം ചെയ്യാൻ. സൗകര്യപ്പെടൂല. വിശക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ടെങ്കിൽ നിക്ക്, ഞാൻ ഈ റേഷൻ കടയിൽ പോയിട്ട് അരി മേടിച്ചിട്ട് വരട്ടെ വാവയ്ക്ക് ഉണ്ണാനായിട്ട്. ഈ വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രി ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, എന്നിട്ട് ഞാൻ മരിച്ചൊന്നും പോയില്ല, ഇവിടെ ഇരിപ്പുണ്ട്. ആർക്കറിയാം രാത്രി എഴുന്നേറ്റ് എന്തെങ്കിലും തിന്നോന്ന്? എന്റെ പട്ടി തിന്നോടി. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ ഈ വീട്ടിൽ നിന്നൊന്നും തിന്നാതിരിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. ഒരുപാട് വലിയ തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ, അങ്ങോട്ട് നടത്താൻ പറ്റൂല. കർത്താവേ, രാവിലെ എനിക്ക് ചൊറിഞ്ഞ് വരണുണ്ട്, ഞാൻ ഇത്തിരി വിശ്രമിക്കട്ടെ, അതിനെങ്കിലും ഇത്തിരി സമാധാനം തരൂ. ഇങ്ങനെ കള്ളന്മാരെ എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേനും ഇങ്ങനെ ഒഴിഞ്ഞു മാറി ഓടണത്. കള്ളം നിന്റെ തന്ത ഹവിൽദാരൻ എന്റെ കളിക്കുന്നവള്. എന്തെങ്കിലും ഒരു ഉപകാരം കുടുംബത്തിന് തിന്നും കുടിച്ചു മനുഷ്യന്. സാറേ, അളിയാ, ഇപ്പം മറ്റന്നാൾ യശവന്ത് ദേശായിയെ കാണാൻ പോകാൻ വണ്ടി ബുക്ക് ചെയ്യാനേ പൈസ ഒന്നും അറേഞ്ച് ആയില്ല അളിയാ. എങ്ങനെയെങ്കിലും നീ ഒരു 10 രൂപ പോട്ട്, ഒരു 5 രൂപ നീ എങ്ങനെയെങ്കിലും ഒന്ന് മറിക്ക്. അതെ, നമുക്കൊരു 2 ദിവസത്തിനകത്ത് തിരിച്ചു കൊടുക്കാം. നടക്കൂലേ? അല്ല, എൻ്റെ ഇച്ചിരി പൈസ വരാണ്ട് അത് വരും. അത് മിക്കവാറും നാളെ തന്നെ വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ തന്നെ തിരിച്ചു കൊടുക്കാം. നീ എങ്ങനെയെങ്കിലും ഒന്ന് മറിക്കാൻ നോക്കടേ. പാർട്ടിക്ക് വേണ്ടിയല്ലേ എളിയാ, ഞാൻ എന്തോരം മറിച്ച് നിൽക്കണമെന്ന് അറിയാമോ പാർട്ടിക്ക് വേണ്ടിയിട്ട്. ഇവിടെ ഇനിയിപ്പം മറിക്കാനായിട്ട് ഒന്നുമില്ല എളിയാ. ഇവിടെ മറിക്കാനുള്ള മാക്സിമം മറിച്ച്. എൻ്റെ ആളെ നീ ചുമ്മാരി. അവൻ്റെ അടുത്ത് ആര് പോയി പൈസ ചോദിക്കണത്? അതിൽ നിന്ന് ആത്മഹത്യ ചെയ്യുന്നതല്ലേ നല്ലത്. ഡേയ്, നിൻ്റെ പെണ്ണുപിള്ളയുടെ ഒരു വളയോ എന്തെങ്കിലും ഒന്ന് നടക്കൂല. കുഴപ്പമില്ല, നീ ശ്രമിച്ചാൽ നോക്ക്. ഓക്കെ. തങ്ക ചേച്ചി, ആരാ? അമ്മ തന്നുവിട്ട് പൈസ തരാൻ വന്നതാ. വള്ളി ചേച്ചിക്ക് കൊടുക്കാനുള്ള പൈസയാണോ? ഇത് ആരാ? ശോഭ ചേച്ചിയാണോ? അല്ല, ശോഭ ചേച്ചിയുടെ മോളാ. അയ്യോ മോളെ, ചേച്ചി കുളിച്ചോണ്ടിരിക്കുക. ഒന്ന് ഇറങ്ങി വരാവോ? അത്യാവശ്യമാ. അതെ, ചേച്ചി ഇപ്പൊ കുളിച്ചു തുടങ്ങിയതേ ഉള്ളൂ. പോയിട്ട് കുറച്ച് തിരക്കുണ്ട്, ഒന്ന് വരാവോ ചേച്ചി? എന്നാ മോളിന്ന് നിൽക്കുവോ? ചേച്ചി ഇപ്പൊ വരാവേ, ഞാൻ വരുന്ന.
ചേച്ചി കുളിച്ച് പകുതി ആയതേ ഉള്ളു കേട്ടോ. ആ മോൾ എവിടെ നിൽക്കുന്ന ഈ ജനലിന്റെ അടുത്തോട്ട് വരുമോ? ചേച്ചി കുളിച്ചോണ്ടിരിക്കുന്നുണ്ടാ കേട്ടോ. ഇനി തന്നേരം ഇതിലേ കൂടെ ചേച്ചിയുടെ കയ്യിലോട്ട് വെച്ചോ. ആ ശരി. ശരി മോളെ. ആ കർത്താവ് എൻ്റെ കൂടെയാണെന്ന് പറയുന്നത് ഒരു തെറ്റില്ല. സാറേ, അളിയ നമ്മുടെ ജാഥയ്ക്ക് പോകാനുള്ള പൈസ ഓക്കെ ആയി. ആ അത് കുറച്ച് പൈസ ഞാൻ എൻ്റെ ഒരു പഴയ ഒരു പെട്ടിയുണ്ട്, അതിനകത്ത് എപ്പോഴോ ഞാൻ വെച്ചിരുന്നത്. അതിപ്പോൾ ചുമ്മാ ഒന്ന് തപ്പിയപ്പോൾ അതിനകത്ത് കിട്ടിയില്ലയാ. നീ ഒരു കാര്യം ചെയ്യ്, വണ്ടി ബുക്ക് ചെയ്യ്. ആ മറ്റന്നാൾ രാവിലെ പോകണം. എല്ലാവരെയും വിളിച്ച് പറഞ്ഞോ കേട്ടോ. ആ നടരാനെയൊക്കെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. കൊടിയെല്ലാം വേണം വണ്ടിയിൽ വെക്കാൻ. വലിയ ബസ് ബുക്ക് ചെയ്തോടെ. ആ ഓക്കെ അളിയാ. ചേച്ചി ചേച്ചി എന്താ മോളെ? ചിട്ടി പൈസ കൂടെ തരാൻ മറന്നു, അതുകൂടെ തന്നിട്ട് പോവാന്ന് കരുതി. ആണോ? ചേച്ചി കുളിച്ച് കഴിഞ്ഞില്ലായിരുന്നു അതാ. ഇത്രയും നേരത്തെ കുളിയോ? അതെ, ഞാൻ ചൂടുവെള്ളത്തിലാ കുളിക്കുന്നത്, അതുകൊണ്ടാ. മോളെവിടെ നിൽക്കും, ഞാൻ ദേ വരുന്നേ. ആ മോളെ, ചേച്ചി ഇത് കൈ അങ്ങോട്ട് തരാൻ പഴയതുപോലെ. മോള് കയ്യിലോട്ട് പൈസ വെച്ചോട്ടാ. ആ മോളെ, പൈസ കയ്യിലോട്ട് വെച്ചോ. ആ വെച്ചോ. അയ്യോ ചേച്ചി കുളിച്ചില്ല, ചേച്ചി നാണോ, ഞങ്ങൾ വലിക്കല്ലേ. അയ്യോ ചേച്ചി വലിക്കല്ലേ. അയ്യോ വലിക്കല്ലേ. എനിക്കറിയായിരുന്നു ഈ ഫോണാണെങ്കിലേ പൈസ കിട്ടുന്നപ്പോ ഞാൻ ചുമ്മാ പറ്റിച്ച് ചിരിച്ച് ഞാനിട്ടല്ലോ പൈസ തന്നു കൊച്ചറിയാം. നല്ല തമാശയായിരുന്നു. ശരി മോളെ. തമാശ പാവം പൊട്ടിക്കൊച്ചാട്ടോ. ഭയങ്കര തമാശക്കാരനാണല്ലേ. വേറൊരു തമാശ ഉണ്ടെങ്കിലോ, റേഷൻ കട ചെന്നപ്പോഴേ റേഷൻ കട മതി. അയ്യോ, ചാർലി ചാപ്ലിന്റെ കൊച്ചുമോനെ ഇനി മേലാൽ ഇങ്ങനെ വളിച്ച തമാശ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തമാശ. Alien versus Alien.